റിവ്യൂസിന് മോശം റിവ്യൂസ് വരുന്നത് അല്ല ഞങ്ങൾക്ക് പ്രശ്നം. അതായത് ഒരു സിനിമ ഓരോ പ്രേക്ഷകരും അവർക്ക് ഓരോ വ്യൂ പോയിന്റ് ആണ്. സാധാരണക്കാരും സിനിമയെ കണ്ട് പറയുന്ന റെസ്പോൺസുകളെ ഞങ്ങൾ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യും. അതിൽ കുറ്റങ്ങൾ പറയുന്നവരുണ്ട്, അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതിലെവിടെങ്കിലും കുറ്റം, ചില കാര്യങ്ങൾ അവർ കാണുന്ന രീതി ആയിരിക്കില്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. അത് അവർക്ക് കിട്ടിയില്ലെങ്കിൽ പോലും നമ്മളുടെ അത് മേക്കിംഗ് ചിലപ്പോൾ കുറച്ചുകൂടി ബെറ്ററായി അവർക്ക് അത് കൂടുതൽ കൺവേ ആയിരുന്നു. അതൊക്കെ നമ്മൾ ലേണിംഗ് ആയിട്ട് എടുക്കുന്നത്. പക്ഷേ ഈ റിവ്യൂ എന്ന് പറയുന്നത് നമ്മൾ ഒരു സിനിമയെ റിവ്യൂ ചെയ്യുമ്പോൾ അവർ ആ സിനിമയെ സ്നേഹിച്ചുകൊണ്ടാണോ ഒരു സിനിമയെ റിവ്യൂ ചെയ്യുന്നത്, അതോ ഒരു സിനിമയെ തകർത്ത് കളയാൻ വേണ്ടി സിനിമ അവരുടെ ബിസിനസ് താല്പര്യങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ വ്യൂവേഴ്സിനെ കിട്ടാനോ, നെഗറ്റീവ് പറഞ്ഞാലാണ് ആളുകൾ കൈയടിക്കുള്ളൂ, കൂടുതൽ കൂടെ ഉണ്ടാവുള്ളൂ എന്നുള്ള രീതികളിൽ ഉദ്ദേശിച്ച് ചെയ്യുന്നതാണോ? മോണിറ്ററി ബെനിഫിറ്റ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് സത്യസന്ധമായി സിനിമയെ സ്നേഹിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. കാരണം ഒരു സിനിമ റിവ്യൂ ചെയ്യുമ്പോൾ അതിന്റെ പോസിറ്റീവ് സൈഡുകൾ കാണാം, അതിൽ അവർ കണ്ടെത്തിയ നെഗറ്റീവ്സ് കാണാം, അത് എന്തുകൊണ്ട് എന്ന് പറയുന്ന ചില കാര്യങ്ങൾ കാണാം. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരാൾ പറയുന്നതിൽ ജെന്യൂനിറ്റി ഫീൽ ചെയ്യും. ഒരാൾ വന്നിരുന്ന് പറയുകയാണ്, എനിക്കിതിൽ പോസിറ്റീവ് ഒന്നും കാണാൻ കഴിയുന്നില്ല, ഒരു സിനിമ കണ്ടിട്ട് വന്നിരുന്ന് പറയുകയാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, ഞാൻ ജസ്റ്റ് വെറുതെ അറിയാൻ ചോദിക്കുകയാണ്, ഈ സിനിമ കണ്ടിട്ട് ഈ സിനിമയിൽ ഒരു പോസിറ്റീവും കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്ന ആരെങ്കിലും എത്ര പേരുണ്ട് ഈ കൊടുത്ത്? ജസ്റ്റ് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ സിനിമയിൽ ഒരു പോസിറ്റീവും കാണാൻ കഴിഞ്ഞില്ല എന്നുള്ള ആൾക്കാർ അറിയുന്നുണ്ടോ? നിങ്ങളിത് പ്രേക്ഷകരുടെ റെപ്രസെന്റേറ്റീവ്സ് ആണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. യു ക്യാൻ ബി ഫ്രാങ്ക്. എന്തെങ്കിലും ഒരു പോസിറ്റീവ് നിങ്ങൾ കണ്ടു കാണുമല്ലോ ഈ സിനിമയിൽ. അപ്പൊ ഒരു നിരൂപകൻ വന്നിരുന്ന് പറയുവാണ് സിനിമയിൽ ഒരു പോസിറ്റീവ് കണ്ടില്ല, അത് വളരെ ഡിസ്റ്റർബിംഗ് ആണ്, അത് റിയൽ അല്ല. അതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പൊ അതുപോലെ ഇത് കൊലയാളികളെ ന്യായീകരിക്കുന്നു. പിന്നെ സ്മാർട്ടായിട്ട് ഒരു പെൺകുട്ടി ഇങ്ങനെ റിയാക്ട് ചെയ്യും എന്ന് നമ്മുടെ സമൂഹത്തിൽ ആൾക്കാരെ കാണുന്നില്ലേ? നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങി നടന്നാൽ നമുക്ക് ചുറ്റുമുള്ള എന്താ പെൺകുട്ടികൾ സ്മാർട്ടല്ലേ? എന്താ അവർ സ്മാർട്ട് ആയിക്കൂടെ? അവർക്ക് അവരുടെ കാര്യം കാണാൻ വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് സ്മാർട്ട് ആവാൻ പാടില്ല. സെയിം പോയിന്റിൽ എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാല്, കാര്യം കാണാൻ വേണ്ടി ലൈക്ക് റിവ്യൂല് വന്നതാന്ന് പറഞ്ഞു, ഒരു പെൺകുട്ടി കാര്യം കാണാൻ വേണ്ടി ഇങ്ങനെ ചെയ്തു. അവിടെ ഈ പ്രശ്നം അത് പെൺകുട്ടി ആയതുകൊണ്ടാണോ? അതൊരു ആൺകുട്ടിയാണെങ്കിൽ ഈ സ്മാർട്ട്, അപ്പം ഭയങ്കര സ്മാർട്ടാണ്, അവൻ കാര്യം നടത്തി ഭയങ്കര ഒരു സംഭവമായി. ഒരു പെൺകുട്ടിക്ക് കാര്യം കാണാൻ അവൾക്ക് അവളുടെ കരിയറിന് വേണ്ടി അവളൊരു മെസ്സേജ് അയച്ചു, അല്ലെ അവൾക്ക് നടത്തിയെടുക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയല്ല ഈ ലോകം. പെൺകുട്ടി ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ മൊറാലിറ്റിക്ക് ഭയങ്കര പ്രശ്നമാണ്. കാരണം പെൺകുട്ടികൾ അങ്ങനെ ആവാൻ പാടില്ലല്ലോ, എന്നാലല്ലേ നമുക്ക് സമൂഹത്തിന്റെ ഈ വ്യവസ്ഥിതി നടത്തിക്കൊണ്ടു പോകാൻ പറ്റത്തുള്ളൂ. സോ അതിലെന്താണ് പ്രശ്നം? അവരെ റിയൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതും അവരെ മനുഷ്യ സഹജമായിട്ട് കാണുന്നതിനകത്ത് എന്താണ് പ്രശ്നം? നമ്മൾ 2024 ഇത്രയും ഒക്കെ ജെൻഡർ വയസ്സിന് മുകളിൽ ചിന്തിക്കാൻ നമ്മുടെ ഈ സിനിമ നിരൂപകം ചെയ്യുന്നതൊക്കെ ആവാൻ പറ്റേണ്ടതാണ് എന്നുള്ള അഭ്യർത്ഥനയാണ് നമുക്കുള്ളത്. പിന്നെ പറഞ്ഞൊരു കാര്യം, കുട്ടികൾക്ക് ഭയങ്കര, ഞാൻ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എന്റെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ മോള് എന്റെ കയ്യിൽ പിടിച്ചിരുന്നിട്ടാണ് ഈ സിനിമ കണ്ടത്. ഒരു ഡിസ്റ്റർബൻസും ഉണ്ടായില്ല കുട്ടിക്കും എനിക്കും. നമ്മളെന്താ കുട്ടികളെ ഇങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്? നമ്മുടെ കുട്ടികളൊക്കെ ശരിക്കും നമ്മളെക്കാൾ സ്മാർട്ടാണ്. നമ്മളത് എപ്പോഴാണ് തിരിച്ചറിയാൻ പോകുന്നത്? ഈ സ്കൂളുകളിൽ, ഇപ്പോഴത്തെ സ്കൂളുകളിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരു സ്കൂളിൽ ഇറങ്ങിച്ചെന്ന് അവിടുത്തെ അധ്യാപകരോടൊന്ന് സംസാരിച്ച് നോക്കണം. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലേക്കുള്ള ചിന്തകളും പ്രവൃത്തികളും സ്കൂൾ തലങ്ങളിൽ തന്നെ നടക്കുന്നത്. അപ്പൊ അത്തരം കുട്ടികളെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കുട്ടികൾക്ക് എന്തോ പ്രശ്നമാവും എന്ന് പറയുന്നതിലൊക്കെ എന്താ വെച്ചാൽ അതൊരു അജ്ഞതയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാനപ്പോ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഒരു റിവ്യൂവർക്ക് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറയാനുള്ള അവകാശമുള്ള പോലെ അത് പറയുന്നതിലെ മണ്ടത്തരങ്ങൾ തുറന്നു കാണിക്കാൻ, മണ്ടത്തരങ്ങളാണെന്ന് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ തുറന്ന് മറുപടി പറയാനുള്ള അവകാശം എനിക്കുണ്ടല്ലോ. പേര് ഞാൻ പറയുന്നത് ഒരാളെടുത്ത് ഒരാളെന്നുള്ള ഇതിൽ ഫേസ്ബുക്കിലുണ്ട്. ഞാൻ ഇവിടെ ഇപ്പൊ പേര് വിളിച്ച് അദ്ദേഹത്തിന് വലിയ സംഭവം ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യമില്ല. അതായത് മലയാള സിനിമയുടെ മേന്മ നിശ്ചയിക്കാൻ എല്ലാവരും കൂടി നിയോഗിച്ച ആളൊന്നല്ലല്ലോ വരുന്നത്. ഇവിടുത്തെ സാധാരണ പ്രേക്ഷകരാണ് മേന്മ നിശ്ചയിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നത്.